ശത്രുക്കൾക്ക് അവസരങ്ങൾ നൽകരുത്. അവരുടെ ഇരവാദവും മാപ്പ് പറച്ചിലും കണ്ട് മനസ്സലിയരുത്. സ്വന്തം അമ്മയെക്കുറിച്ച് പോലും മോശമായി പറയുന്നവരോട് ക്ഷമിച്ചത് നരേന്ദ്രമോദി എന്ന വ്യക്തിയാണ്. പക്ഷെ ഇന്ത്യക്കാർക്ക് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ ക്ഷമിക്കില്ല, മറക്കില്ല. രാഷ്ട്രീയ നിരീക്ഷകൻ ജിതിൻ കെ ജേക്കബിന്റെ വാക്കുകളാണിത്. കോക്രോച്ച് ജനതാ പാർട്ടി സമാധാന പ്രതിഷേധം എന്ന് പറഞ്ഞ് നടത്തിയ അക്രമത്തിന് ഒരിക്കലും മാപ്പില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം നിലപാട് അറിയിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം. ക്ഷമിക്കാൻ കഴിയില്ല. അവർ ലക്ഷ്യം വെച്ചതും ആക്രമിച്ചതും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെയായിരുന്നു. അവർ ബലാത്സംഗത്തിന് ആഹ്വാനം ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അന്തരിച്ച അമ്മയെക്കുറിച്ചാണ്. അവിടെ നരേന്ദ്രമോദി എന്ന വ്യക്തി രണ്ടാമതാണ്. അവർ അവഹേളിക്കുകയും ലക്ഷ്യമിടുകയും ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്നത് മറക്കാനും ക്ഷമിക്കാനും കഴിയില്ല. അവർ മുദ്രാവാക്യം വിളിച്ചത് ഇന്ത്യൻ ആർമിക്കെതിരാണ്. എന്തിനാണ് ഇന്ത്യൻ ആർമിയെ ഇതിലേക്ക് വലിച്ചിഴച്ചത്? അവർ മുദ്രാവാക്യം വിളിച്ചത് ജയിലിൽ കിടക്കുന്ന തീവ്രവാദിയെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടാണ്. അവർ മുദ്രാവാക്യം വിളിച്ചത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ്. അവർ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ നടത്തിയ ലൈംഗിക ചേഷ്ടകൾ രാജ്യം മുഴുവൻ കണ്ടതാണ്. അവരിൽ 101 പേർ കൊലപാതക കേസിലും 62 പേർ കൊലപാതക ശ്രമ കേസിലും 284 പേർ കവർച്ച കേസിലും 61 പേർ ബലാത്സംഗ കേസിലും 6 പേർ പോക്സോ കേസിലും 25 പേർ ലൈംഗിക അതിക്രമ കേസിലും 229 പേർ ആയുധം കയ്യിൽ വെച്ച കേസിലും ഉൾപ്പെട്ടവരായിരുന്നു. 250ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അവർ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതലാണ് അവർ നശിപ്പിച്ചത്. വിദേശത്തു നിന്ന് പോലും ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ ആളുകൾ എത്തിയെന്നത് മറക്കരുത്. വ്യക്തിപരമായ ക്ഷമ നൽകാൻ ആകാം, പക്ഷെ രാജ്യം എന്ന നിലയിൽ ക്ഷമിക്കാനാവില്ല. മുഹമ്മദ് ഘോറിയുടെ വിജയങ്ങളാണ് ഉത്തരേന്ത്യയിൽ സ്ഥിരമായ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 1191 തരൈൻ ഒന്നാം യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഘോറിയെ പരാജയപ്പെടുത്തിയിരുന്നുവെങ്കിലും കൊല്ലാതെ വിട്ടു. 1192 തരൈൻ രണ്ടാം യുദ്ധത്തിൽ മുഹമ്മദ് ഘോറി തിരിച്ചുവന്ന് പൃഥ്വിരാജിനെ പരാജയപ്പെടുത്തി. ശത്രുക്കൾക്ക് അവസരങ്ങൾ നൽകരുത്. അവരുടെ ഇരവാദവും മാപ്പ് പറച്ചിലും കണ്ട് മനസ്സലിയരുത്. പൊട്ടൻഷ്യൽ തീവ്രവാദികൾ തന്നെയാണ് ഇവറ്റകൾ. ഇന്നല്ല എങ്കിൽ നാളെ ഇവറ്റകൾ പൊട്ടിത്തെറിക്കുമെന്ന് ഉറപ്പ്. ഇത്തരം വിഷയങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും വൈകുന്നത് കൊണ്ടാണ് ജനം നിയമം കയ്യിലെടുക്കുന്ന വാർത്തകൾ രാജ്യമെങ്ങും നിന്ന് കാണുന്നതും ഇവറ്റകളെ പൊതു നിരത്തിൽ തല്ലി ഓടിക്കുന്നതും. സ്വന്തം അമ്മയെക്കുറിച്ച് പോലും ഇത്രയും മോശമായി പറയുന്നവരോട് ക്ഷമിച്ചത് നരേന്ദ്രമോദി എന്ന വ്യക്തിയാണ്. പക്ഷേ ഇന്ത്യക്കാർക്ക് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ ക്ഷമിക്കില്ല, മറക്കില്ല. ഇതിപ്പോൾ തെരുവിലാണെങ്കിലും കോടതിയിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ഇരവാദം ഇറക്കിയുള്ള മെഴുകൽ തുടരട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിച്ചത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.